ഈ മൂന്നാം ഊഴത്തിനായിട്ട് പിണറായി ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതേ അവസരത്തിൽ നിലമ്പൂരിലെ വിജയത്തിൻ്റെ ശക്തിയിൽ UDF കുതിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇത് കുറെ കൂടി കഴിയുമ്പോൾ അവരുടെ കുതിപ്പിൽ കിതപ്പ് നേരിടേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. ആരുടെ? UDFന്റെ. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, CPM BJP ഒരു ഡീൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏറെക്കാലമായിട്ട് അങ്ങനെ ഒരു പിന്നാമ്പുറ വർത്തമാനവുമുണ്ട്. ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം, അതായിരിക്കുമോ കാണാൻ പോകുന്നത്? വിജയന്താന്ന് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, വളരെ ശക്തമായിട്ടൊരു പോയിന്റ്. കേരളത്തിൽ ഒരു കോൺഗ്രസ് ഭരണം വരാൻ അത് UDFന്റെ നേതൃത്വത്തിൽ UDF ആയിട്ടായിരിക്കുമല്ലോ, അല്ലാതെ വരാൻ പറ്റില്ല. അതൊരിക്കലും കേന്ദ്രം ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ല. അങ്ങനെ ഒരു ഭരണം വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കർണാടകത്തിൽ, തെക്കേ ഇന്ത്യയിൽ എങ്ങും കോൺഗ്രസ് വരണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ കർണാടകത്തിലെ ഗവൺമെൻറ്റിനെതിരെ ആ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. DMKക്കെതിരെ അത്രയും വലുതായിട്ടില്ല. DMK ഇരുന്നാലും കുഴപ്പമില്ല. കോൺഗ്രസ് മുക്ത ദക്ഷിണേന്ത്യ എന്നുള്ളൊരു അജണ്ടയിലാണ് അവർ പോകുന്നത്. ഇപ്പോൾ അടിയന്തരാവസ്ഥ, ഭരണഘടന ഹത്യാദിനമായിട്ടൊക്കെ ആചരിച്ചതിന് പിന്നിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രേരക വസ്തു എന്ന് പറയുന്നത്. ഈ നരേന്ദ്രമോദിയുടെ അജണ്ട തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി വെച്ച് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിന് കിട്ടിയതിൻ്റെ പരമാവധിയാണ്. ആ പരമാവധിയെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആലോചന. മുഖ്യമന്ത്രിമാരുടെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലുണ്ട്, വടക്കേ ഇന്ത്യയിൽ, കർണാടകത്തിലുണ്ട്. അതിനെ രണ്ടിനെയും തകർക്കുക എന്നുള്ളതാണ്. അത് വളരെ ശക്തമായിട്ട് ആ ഒരു അജണ്ടയുമായിട്ട് അവർ മുന്നോട്ട് പോകുക. ഇനി കേരളത്തിൽ വരാതിരിക്കുക എന്നുള്ളതും അവരുടെ പ്രയോറിറ്റികളിലൊന്നല്ല, പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനനുസരിച്ച് അവസരത്തിനൊത്ത് അവർ ഉയരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിജയനാഥിൻ്റെ ഈ ചോദ്യത്തിൽ ഒരു മുനയല്ല, പല പോർമുനകളുള്ള ഒരു മിസൈൽ ചോദ്യമാണ്. പല അന്തർധാരകളും അതിലുണ്ട്. ഇവിടെ നോക്കൂ, കോൺഗ്രസ് ഇത് തിരിച്ചറിഞ്ഞ് അവസരത്തിനൊത്ത് ഉയരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർ നടത്തിയ KPCC പ്രസിഡന്റ് സ്ഥാനമാറ്റം. അതിപ്പോൾ വെച്ചിരിക്കുന്ന ആ രീതി തീരെ ശരിയല്ല. സണ്ണി ജോസഫ് ഞാൻ അന്നേ പറഞ്ഞു, അവന് പറ്റിയ ആളല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞു. ജാതീയ പരിഗണനയല്ല, രാഷ്ട്രീയ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അതേസമയം തന്നെ അടൂർ പ്രകാശ് ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അത് കോൺഗ്രസ്സിന് വളരെ ഗുണം ചെയ്തു. നോക്കൂ, അടൂർ പ്രകാശിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കൂ. ഇത് തിരിച്ചറിഞ്ഞ അവസരത്തിന് ഒത്തുയരുന്ന ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ് എന്ന് ഞാൻ പറയും. കാര്യം എന്താ? CPI എന്ന് പറയുന്ന പാർട്ടിയെ UDFിലേക്ക് അതിൻ്റെ സുവർണകാലത്തിൻ്റെ ഓർമ്മയെന്ന പോലെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നു. അതാണ് ശരിയായ പൊളിറ്റിക്കൽ സ്റ്റഡി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുകയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ. പിണറായി തൻ്റെ മൂന്നാം ഊഴം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ നീക്കത്തിനും CPMൻ്റെ നീക്കത്തിനും അത് രണ്ടും കോൺഗ്രസിനെതിരാ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടുപേരും ചേർന്നാണ് UDFനെ എതിർക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വേണ്ട? UDFനെ ദുർബലമാക്കുക. അതുകൊണ്ട് മാത്രമല്ലേ കോൺഗ്രസ് ജയിക്കാൻ പറ്റൂ. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ദുർബലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുന്ന് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയെ ഇങ്ങോട്ട് മാറ്റണം. അവരുടെ തൊഴുത്തിൽ ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കുകയാണ് CPI. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഭക്ഷ്യവകുപ്പിലെ നാണക്കെടുത്തി കിടന്ന് ഫണ്ട് കൊടുക്കാൻ. നാണക്കെടുത്തെന്ന് മാത്രമല്ല, ചാരുമൂടുള്ള പോലുള്ള സ്ഥലങ്ങളിൽ, ഓണാട്ടുകരയുടെ തീരം, അവിടെ CPIക്കാർക്ക് മർദ്ദനമേറ്റുകൊണ്ടിരിക്കുക CPMൻ്റെ കയ്യിൽ. ലോക്കൽ പ്രശ്നം, പ്രാദേശിക പ്രശ്നമായിട്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വീണാ വിജയൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റും പാർട്ടിയും കാണിക്കുന്ന ഈ നൽകുന്ന പിന്തുണയ്ക്കുണ്ടല്ലോ, വലിയ എതിർപ്പ് CPIക്കുണ്ട്. അത് ഒന്ന് ചെറുതായിട്ട് ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചപ്പോൾ ശിവൻകുട്ടിയുടെയൊക്കെ ഭാഷ കണ്ടോ? പണ്ട് ഗുണ്ടായിരുന്ന സമയത്തെ ഭാഷയിലല്ലേ? അത് ഇയാളുടെ സഹായമൊന്നും വേണ്ട, അവളെ ഞങ്ങൾ രക്ഷിച്ചോളാം, അവളെ അങ്ങ് ദത്തെടുത്ത പോലെ ആ പാർട്ടി സംസാരിക്കുന്നത്. പാർട്ടിയുടെ എന്തോ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. കൊടുക്കുന്ന പ്രാധാന്യം കണ്ടില്ലേ? അവിടെ നിശബ്ദനായി പോയി. എന്നിട്ട് ഈ ഒരു
ബിനോയ് വിശ്വം പറഞ്ഞ ഒരു മറുപടി കേട്ടോ, ഏറ്റവും ദുർബലമായ മറുപടി. ഞങ്ങൾ രണ്ടും ഒന്നാ പറയുന്നത്, എളിച്ചും കൊണ്ട് പറയുക. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതാണോ ഇത്? തൻ്റെ ഇടമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് അതിന് മറുപടി കൊടുക്കണ്ടേ? മുഖ്യമന്ത്രിയെ മാത്രം നമ്മൾ സംരക്ഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അഴിമതി കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇല്ല എന്നുള്ളത് പറയണ്ടേ? കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് ചേർന്നാലത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേരും. അത് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് ചങ്കില്ലാതെ പോയി, നട്ടല്ലില്ലാതെ പോയി എന്നുള്ളത് വലിയൊരു ദൗർബല്യമാണ്. ഇവിടെ ഇപ്പം ഈ ഡീലിൻ്റെ കാര്യത്തിനകത്ത് BJP എനിക്ക് തോന്നുന്നു അവർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കനുസരിച്ച് 11 നിയമസഭാ മണ്ഡലങ്ങളാണ് അവർക്ക് വിജയം ഉറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അവർ. അത് പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ്. അത് പിടിച്ചില്ലെങ്കിൽ പോലും ഈ 3 നിയമസഭാ മണ്ഡലങ്ങള് ഇവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ട സഹായം CPM-ൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഡീല് നടന്നതായിട്ട് ജനത്തിന് തോന്നത്തില്ല. കാരണം ഒന്ന് തിരുവനന്തപുരത്ത് BJPക്ക് വലിയ മുന്നേറ്റമാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. 2, തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJPക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും BJP വിജയമുണ്ടായാൽ ഈ ഒരു ഡീലിന്റെ കാര്യത്തിൽ സംശയം വരത്തില്ല. ഇതേ കാര്യം തന്നെയാണ് പാലക്കാടും ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാടും വിജയസാധ്യതയോട് അടുത്ത് നിൽക്കുന്നതുമാണ്. 2021 E. ശ്രീധരൻ വിജയത്തോടടുത്ത മണ്ഡലമാണത്. അപ്പോൾ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളുമായിട്ട് BJP 2026 കേരള നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വളർച്ച BJP കേന്ദ്ര നേതൃത്വം നോക്കിക്കൊള്ളും. കാരണം അവരും 2-ൽ നിന്ന് തുടങ്ങിയതാണ്. 2-ൽ നിന്ന് തുടങ്ങിയ BJP ഇപ്പോൾ രാജ്യം ഭരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ 3 ഇടങ്ങളിലായിരിക്കും BJPയുടെ പ്രധാന നോട്ടവും, അവിടെ ആയിരിക്കും ഡീല് നടക്കുന്നത്. പക്ഷേ വിജയനാഥ്, ഈ ഒരു അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു സർവേ പ്രകാരം BJPക്ക് സർവേ പ്രകാരമാണ് അത്, ഡീലിൻ്റെ ഒരു ആഫ്റ്റർ അല്ല, അവൾ കിട്ടാവുന്ന പരമാവധി സീറ്റെന്ന് പറയുന്നത് 3 BJPക്ക്. തിരുവനന്തപുരത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൂടാതെ ഒരു സീറ്റ്, അത് എവിടെയാണെന്നുള്ളത് വ്യക്തമല്ല, ഒരു 3 സീറ്റെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 സീറ്റുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കണക്ക് പ്രകാരം CPM-ന് കിട്ടുന്നത് 84, UDF-ന് കിട്ടും. CPM എന്ന് പറഞ്ഞാൽ LDF, അത് പിന്നെ ഏറ്റവും റീസെൻറ്റ് സർവേയാണ്. അതുപോലെ തന്നെ 50-ന് മുകളിൽ സീറ്റുകളെ UDF മുന്നണിക്ക് കിട്ടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഒരു 30 സീറ്റുകളെങ്കിലും കൂടുതലായിട്ട് പിടിക്കണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടണം. 30 സീറ്റുകളെങ്കിലും പിടിക്കണം. ആ 30 സീറ്റുകൾ പിടിക്കണമെങ്കിൽ ശക്തമായ ഒരു കക്ഷിയുടെ പിന്തുണ വേണം. പിന്നെ ഈ ഡീലെന്ന് പറഞ്ഞതിനകത്ത് ചിലത് സാങ്കത്യമുണ്ട്. നമുക്ക് ചിന്തിക്കാൻ, ആ വഴിക്ക് ചിന്തിക്കാൻ സഹായിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 2ാമത്തെ ഗവർണർ വന്ന രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ വന്നപ്പോൾ വളരെ ബഹുമാനവും ആദരവും കൽപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ച് അയച്ചത്. നല്ല സൗഹാർദ്ദം അവർ തമ്മിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ കാവിയുടെ കാര്യത്തിൽ നമ്മുടെ കൃഷിമന്ത്രിയാണ് അവിടെ ഒരു ചടങ്ങ്, പി പ്രസാദ് അവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അദ്ദേഹം ബഹിഷ്കരിച്ചു. അവിടെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. ശക്തമായൊരു നിലപാടെടുത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊരു അഴകുഴമ്പൻ മറുപടി പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോവുകയാണ് ചെയ്തത്. 2ാമതായിട്ട്, ഇത് വളരെ അങ്ങോട്ട് പോയിട്ടും വീണ്ടും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടും മുഖ്യമന്ത്രി മൗനമായിട്ട് തന്നെ ഇരിക്കുകയാണ് ഉണ്ടായത്. 2ാമത്. 3ാമത്തെ കാര്യം, ഈ അവരുടെ പാർട്ടിയിൽപ്പെട്ട ഹാരിസ് ചിറക്കലിനെതിരെ എടുക്കുന്ന ഒരു നിലപാട് ശക്തമായിട്ട് ഇതുവരെ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ എടുത്തിട്ടില്ല. SFIക്കാർ അവിടെ സമരമൊക്കെ നടത്തുന്നുണ്ട്, പോലീസ് തടയുന്നുമുണ്ട്. പോലീസ് തടയാൻ പറ്റിയില്ലെങ്കിൽ കേന്ദ്ര സേനയെ വളർത്തും. അതുകൊണ്ട് ആ തരത്തിൽ കേന്ദ്രത്തിന് അനിഷ്ടമാവുന്ന ഒരു നിലപാടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുഖ്യമന്ത്രി വന്നിട്ടില്ല. ശിവൻകുട്ടിയെ കൊണ്ടൊക്കെ, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയൂറ് മാന്തിക്കുന്ന പോലെ ചിലത് പറയുന്നതല്ലാതെ ആ CPI കാണിക്കുന്ന അത്രയും ഗൗരവവും അദ്ദേഹം ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ഒന്ന് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന പ്രഭാത ചന്ദ്രശേഖരെ സ്വീകരിച്ചുകൊണ്ട് അവർ കാണിക്കുക ആ പിന്നോട്ട് പോക്ക്. അതിനെയാണ് P. ജയരാജൻ എതിർത്തത്. എതിർത്തം ഇപ്പോഴും ഉണ്ട് കേട്ടോ. PJ ആർമിയൊക്കെ അതുപോലെ തന്നെ
മുഴുപ്പിലങ്ങാട് യൂണിറ്റ്, CPM മുഴുപ്പിലങ്ങാട് യൂണിറ്റൊക്കെ ശക്തമായിട്ട് സൈബർ പോരാളികളായിട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രസിദ്ധമായൊരു വാക്യം, ഓർമ്മ എന്ന് പറയുന്നത് ഫാഷിസമാണെങ്കിൽ, അല്ല, മറവി എന്ന് പറയുന്നത് ഫാഷിസമാണെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത് പ്രതിരോധമാണ്. ചങ്കിക്കൊള്ളുന്ന വർത്തമാനമാണ്. അതായത് കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ഇയാളുടെ പ്രതിസ്ഥാനത്തെ CPM മറന്നു, പക്ഷേ ഞങ്ങളത് ഓർക്കുന്നു, അതാണ് ഞങ്ങളുടെ പ്രതിരോധം എന്നാണ് അതിൻ്റെ അർത്ഥം. മുനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തെ എത്രയും കേന്ദ്രത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് 2 പേരെ എടുക്കുകയല്ലേ ചെയ്തത്. അതേസമയം അതേ ദിവസം തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും DGPമാരെ തിരഞ്ഞെടുത്തു. കേന്ദ്രത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് അവർ അറബിക്കടലിലേക്ക് തള്ളി. അങ്ങനെ നടപടി എടുക്കാവുന്നേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. സംസ്ഥാന ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഹെഡാണ്. അവർക്ക് തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല മുഖ്യമന്ത്രി വിധേയനാകുന്നു. അതുപോലെ ദേശീയപാത ഒരു രാഷ്ട്രീയ വിഷയമാക്കിയില്ല, അത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള അങ്ങനെയാണ് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ട് കൺക്ലൂഡ് അങ്ങ് ചെയ്യാം. മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതു വിട്ടുവീഴ്ചയ്ക്കും മുഖ്യമന്ത്രി തയ്യാറാവും. നിർമ്മലാ സീതാരാമനുമുള്ള ആയിട്ട് കേരള ഹൗസ് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അതിൻ്റെ പിന്നിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമുണ്ട്. കേന്ദ്രത്തിലെ ഭരണത്തിനും കുഴപ്പമില്ല. അവർക്കിപ്പോൾ CPM അവിടെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിടിതെറിയാൻ പറ്റും. അവരുടെ സമയം എന്ന് പറഞ്ഞാൽ 1926 കഴിഞ്ഞിട്ട് 5 വർഷം കഴിയുമ്പോഴത്തെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കയറുക എന്നുള്ളതേ ഉള്ളൂ അവർ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. അവരുടെ ടാർഗറ്റ് വർഷമാണ്. അവർ തൽക്കാലം CPM തന്നെ തുടരട്ടെ, അതോടുകൂടി അടുത്ത ഭരണം വരുമ്പോഴത്തേക്ക് വേണ്ടെന്ന് വെക്കുമെന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഭീഷണിയാണത് കോൺഗ്രസ്സിനുള്ളത്. കോൺഗ്രസ്സിന് ജയിക്കണമെങ്കിൽ ഇത് ഇത്രയും ദൂരം പോരാ, ഒരുപാട് ദൂരം അവർക്ക് താണ്ടേണ്ട. നിലമ്പൂരൊരു വിജയം ജയിച്ചു എന്ന് കഴിഞ്ഞ് തന്നെയാണോ ജയനാഥ് ഏറ്റവും ഒടുവിലത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പരമാവധി മുതലാക്കാൻ കഴിയുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ എല്ലാ അവസ്ഥ. ഉപകരണങ്ങൾ രോഗികൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ലോകത്തെങ്ങും ഇല്ലാത്തൊരു സമ്പ്രദായത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം ഇതുവരെ വിജയനാഥ് കണ്ടോ? പോട്ടെ, എൻ്റെ കാര്യം പോട്ടെ, നിരീക്ഷകൻ്റെ കാര്യം പോട്ടെ, എവിടെയെങ്കിലും കണ്ടോ ഒരു ശക്തമായ പ്രതിഷേധം? ഗവർണർക്കെതിരെ ഈ SFIക്കാർ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഊക്കുവല്ലതും ഉണ്ടോ ഈ കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രതിഷേധത്തിന്? ഇത്രയും നേതാക്കന്മാരുണ്ടായിട്ട് ഇല്ല. അവർ അതുപോലെ തന്നെ കരുവന്നൂർ കേസിൽ അവരെന്ത് നിലപാടായിട്ടത്? സുരേഷ് ഗോപി നടത്തിയ അത്രയും പോലും ഒരു പ്രതിഷേധം അവർ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അവരുടെ നേതൃത്വം അമ്പേ പരാജയമാണ് പ്രതിഷേധിക്കുന്നതിൽ, പ്രതിപക്ഷമാവുന്നതിൽ. പിന്നെ ഇപ്പോൾ ക്യാപ്റ്റൻ മേജർ എന്നും ഹവീൽദാർ സുബേദാർ എന്നും പറഞ്ഞ് വഴക്കിടുക, തമ്മിലടിക്കുക. കോൺഗ്രസ്സിന് വളരെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ പോലും പിടിച്ചെടുക്കാനാവാത്ത കേരള ഭരണം അവരിങ്ങനെ പോയാൽ അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ശക്തമായിട്ട് കേരള കോൺഗ്രസ്സിനെ തിരിച്ചു പിടിക്കണം. അതോടൊപ്പം തന്നെ അല്ലാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി വെൽഫെയർ പാർട്ടിയെ പിടിച്ചിട്ടൊന്നും വലിയ കാര്യമായ വെൽഫെയർ പോകുന്നില്ല. കേരള കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPIയെയും വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കണം. ഫീലേഴ്സിനെ ഇപ്പോൾ തന്നെ അയക്കണം. ഇതല്ലാതെ കോൺഗ്രസ്സിന് വീണ്ടും വരാൻ കഴിയുകയില്ല. വന്നില്ലെങ്കിൽ BJPക്ക് അത്രയും സന്തോഷവും ആകും എന്നുള്ള ഒരു അന്തർധാര അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജയനാഥിൻ്റെ ചോദ്യം വളരെ പ്രസക്തവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.